Dear students, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 6th മൊഡ്യൂളിലെ ഗ്രൈൻഡിങ് എന്ന ഒരു ഓപ്പറേഷനാണ്. ആദ്യം ഗ്രൈൻഡിങ്ങിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഗ്രൈൻഡിങ് ഈസ് ദി പ്രോസസ് ഓഫ് റിമൂവിങ് മെറ്റീരിയൽ ഫ്രം ദി സർഫസ് ഓഫ് വർക്ക് പീസ് by the abrasive action of a revolving wheel called grinding wheel. The wheel is made up of a large number of small crystals called abrasives held together by a binding material. An abrasive is a hard material which can be used to cut or wear away other materials. Okay, ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞ ഓപ്പറേഷനിൽ കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് ഗ്രൈൻഡിങ് വീലാണ്. ഗ്രൈൻഡിങ് വീൽ ഈ ഫിഗർ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഗ്രൈൻഡിങ് വീൽ. അതിൻ്റെ സർഫസിൽ എന്തുണ്ട്? അബ്രാസീവ് പാർട്ടിക്കിൾസ് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അബ്രാസീവ് പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ഹാർഡ് മെറ്റീരിയൽസ് ആണ്. ആ ഹാർഡ് മെറ്റീരിയൽസ് ഇതിൻ്റെ സർഫസിൽ ബൈൻഡ് ചെയ്ത് ബൈൻഡിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് സർഫസിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ആ വീല് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ വീലൊരു സ്പിൻഡിലിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തിട്ട് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പം വീല് റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റിംഗ് വീലിലോട്ട് എന്ത് ചെയ്യും? വർക്ക് പീസ് ഫീഡ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടുള്ള വർക്ക് പീസിലോട്ട് ആ റൊട്ടേറ്റിംഗ് വീല് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടാവും? അത് കോണ്ടാക്ട് വരുന്ന സമയത്ത് അബ്രാസീവ് ആക്ഷൻ നടക്കും. ഓക്കെ, ആ അബ്രാസീവ് പാർട്ടിക്കിൾസ് ഈ വർക്ക് പീസ് എന്ത് ചെയ്യും? മെറ്റീരിയൽ റിമൂവ് ചെയ്ത് കളയും. അൺവാണ്ടഡ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്ത് കളയും. അതാണ് ഗ്രൈൻഡിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അബ്രാസീവ് എന്ന് വെച്ചാൽ ഹാർഡ് മെറ്റീരിയൽസ് ആണ്, ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയൽസ്. ആ മെറ്റീരിയൽസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ഓക്കെ, ദ എക്സാമ്പിൾ ഓഫ് അബ്രാസീവ് മെറ്റീരിയൽസ് ആർ ഡയമണ്ട്, സാൻഡ്സ്റ്റോൺ, എമറി, സിലിക്കൺ കാർബൈഡ്, അലുമിനിയം ഓക്സൈഡ് എക്സെട്ര. കോമൺലി യൂസ് ചെയ്യുന്ന അബ്രാസീവ് മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. ഇനി പർപ്പസ് ഓഫ് ഗ്രൈൻഡിങ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രൈൻഡിങ്. ഫസ്റ്റ് വൺ, to remove small amount of metal from the workpiece in order to bring close tolerance. ഈ ഗ്രൈൻഡിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മാസ് മെറ്റീരിയൽ റിമൂവലിന് ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേഷനല്ല. മെയിനായിട്ട് ഗ്രൈൻഡിങ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഫിനിഷിംഗ് ഓപ്പറേഷനാണ് ഉപയോഗിക്കുന്നത്. സർഫസ് ഫിനിഷിംഗ് പോലെയുള്ള ഓപ്പറേഷനാണ് മെയിനായിട്ട് ഗ്രൈൻഡിങ് ഉപയോഗിക്കുന്നത്. അതായത് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ എക്സാക്റ്റ് ഡയമെൻഷൻസിലോട്ട് വർക്ക് പീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ. സെക്കൻഡ് വൺ, ടു ഒബ്റ്റെയിൻ ബെറ്റർ സർഫസ് ഫിനിഷ്. അതായത് നമ്മളെ മെറ്റീരിയലിന് റിക്വയർഡ് ആയിട്ടുള്ള സർഫസ് ഫിനിഷ് മറ്റു ഓപ്പറേഷൻസ് വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത സർഫസ് ഫിനിഷ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഗ്രൈൻഡിങ് ഉപയോഗിക്കുന്നത്. തേർഡ് വൺ, ടു മെഷീൻ ഹാർഡ് സർഫസസ് വിച്ച് ആർ അതർവൈസ് ഡിഫിക്കൽട്ട് ടു മെഷീൻ ബൈ അതർ മീൻസ്. അതായത് വളരെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് മറ്റ് മെത്തേഡ്സ് വഴി അത് മെഷീൻ ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ആ സമയത്ത് എന്ത് ഉപയോഗിക്കാം? ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഫോർത്ത് വൺ, ടു ഷാർപ്പൻ ദി കട്ടിംഗ് ടൂൾ. അതായത് ലെയ്ത്തിൽ ഉപയോഗിക്കുന്ന ടൂൾ എന്താണ്? അത് യൂസ് ചെയ്യുന്നതോറും അതിൻ്റെ കട്ടിംഗ് എഡ്ജിൻ്റെ ഷാർപ്നെസ് കുറഞ്ഞു വരും. അത് വീണ്ടും റീഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ഉപയോഗിക്കാം. അഡ്വാൻറ്റേജസ് ഓവർ അതർ പ്രോസസ്സസ്. അതായത് ഗ്രൈൻഡിങ് ഓപ്പറേഷന് മറ്റ് പ്രോസസ്സിൻ്റെ ഓവറായിട്ടുള്ള അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ, എക്സ്ട്രീംലി സ്മൂത്ത് ഫിനിഷ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് അറ്റ് കോണ്ടാക്ട് ആൻഡ് ബിയറിംഗ് സർഫസസ്. ഗ്രൈൻഡിങ് ഓപ്പറേഷനിൽ മറ്റ് ഓപ്പറേഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സർഫസ് ഫിനിഷ് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. കാരണം മെയിനായിട്ട് അബ്രാസീവ് വീൽ യൂസ് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അത്രയും നല്ല സർഫസ് ഫിനിഷ് കിട്ടുന്നത്. ഈ ബിയറിംഗ് ആൻഡ് കോണ്ടാക്ട് സർഫസിലൊക്കെ അത്രയും സർഫസ് ഫിനിഷ് ഉണ്ടായിരിക്കണം. അത് റഫ് സർഫസ് ആയെങ്കിൽ എന്താ അവിടെ ഫ്രിക്ഷണൽ എഫക്റ്റ് കൂടുതലായിരിക്കും. അതൊക്കെ ഗ്രൈൻഡിങ് പ്രോസസ്സ് വഴി ഈസി ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സെക്കൻഡ് വൺ, നോ സർഫസ് മാർക്സ് ആസ് എ റിസൾട്ട് ഓഫ് ടൂൾ ഫീഡ്. നോർമലി ബാക്കിയുള്ള ഓപ്പറേഷൻസൊക്കെ ടൂൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു മാർക്ക് മെയിൻലി മെജോറിറ്റി ഓപ്പറേഷൻസിലും വർക്ക് പീസിൻ്റെ സർഫസിൻ്റെ മുകളിലുണ്ടാവും. ആ ടൂൾ ഫീഡ് ചെയ്തതിൻ്റെ ഒരു മാർക്ക്, ഒരു ഇൻഡൻറ്റേഷനോടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും ലൈറ്റായിട്ടില്ലേ. പിന്നെ ഗ്രൈൻഡിങ് ഓപ്പറേഷനിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. തേർഡ് വൺ, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ കട്ടിംഗ് ഹാർഡൻഡ് സ്റ്റീൽ. ഫോർത്ത് വൺ, വെരി ആക്യുറേറ്റ് ഡയമെൻഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഇൻ ഷോർട്ട് ടൈം. അതായത് വർക്ക് പീസിൻ്റെ റിക്വയർഡ് ഡയമെൻഷൻസിലോട്ട് വളരെ ചെറിയ ടൈമിൽ തന്നെ എത്തിക്കാൻ വേണ്ടി പറ്റും. ഫിഫ്ത്ത് വൺ, കോംപ്ലക്സ് പ്രൊഫൈൽ ക്യാൻ ബി ആക്യുറേറ്റ്ലി പ്രൊഡ്യൂസ്ഡ് വിത്ത് ലെസ് എക്സ്പെൻസ്. സിക്സ്ത് വൺ, abrasive can sustain high temperatures, hence cutting speed can be higher. നോർമലി കട്ടിംഗ് ഓപ്പറേഷനിലുള്ള പ്രശ്നമാണ് കട്ടിംഗ് സ്പീഡ് വെരി ഹൈ ആണെങ്കിൽ എന്തായിരിക്കും പ്രൊപ്പോർഷണലി കട്ടിംഗ് ടെമ്പറേച്ചറും ഹൈ ആയിരിക്കും, ടൂൾ ലൈഫ് കുറയും.
അബ്രാസീവിന് ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് തന്നെ കട്ടിംഗ് സ്പീഡ് ഹൈ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അടുത്തത് ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ്. ഫസ്റ്റ് വൺ സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ്. നെയിം പോലെ തന്നെയാണ്. സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ് പ്രൊഡ്യൂസസ് സിലിണ്ട്രിക്കൽ സർഫസസ് ഓൺ എ വർക്ക് പീസ്. ദ വർക്ക് പീസ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ദി ആക്സിസ് ആൻഡ് ഈസ് ട്രാവേഴ്സ്ഡ് അക്രോസ് ദി ഫേസ് ഓഫ് എ റൊട്ടേറ്റിംഗ് അബ്രാസീവ് വീൽ. ബോത്ത് ദ ടൂൾ ആൻഡ് വർക്ക് പീസ് ആർ റൊട്ടേറ്റഡ് ബൈ സെപ്പറേറ്റ് മോട്ടേഴ്സ് ആൻഡ് അറ്റ് ഡിഫറെൻറ്റ് സ്പീഡ്സ്. സിലിണ്ട്രിക്കൽ സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ പറയുന്ന പേരാണ് സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ്. വർക്ക് പീസ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു ഹോൾഡ് ചെയ്തിട്ട് രണ്ട് എൻഡിൽ ഹോൾഡ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഗ്രൈൻഡിങ് വീലും സെപ്പറേറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി എന്ത് ചെയ്യും? ഈ റൊട്ടേറ്റിംഗ് ഗ്രൈൻഡിങ് വീലിനെ റൊട്ടേറ്റിംഗ് വർക്ക് പീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യിക്കും. ഓക്കെ, രണ്ടും റിവോൾവ് ചെയ്യുന്നുണ്ടാവും. അന്നേരം എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യുന്ന സർഫസ് എന്തായിരിക്കും? സിലിണ്ട്രിക്കൽ സർഫസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രൈൻഡിങ് വീലിന് റിക്വേർഡ് ഫീഡ് കൊടുക്കുന്നുണ്ടാവും. അതേപോലെ വർക്ക് പീസ് ട്രാൻസ്വേഴ്സ്ഡ് അക്രോസ് ദി ഫേസ് ഓഫ് ദി റൊട്ടേറ്റിംഗ് അബ്രാസീവ് വീൽ. അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ്മെൻറ്റ് വർക്ക് പീസിന് കൊടുക്കുന്നുണ്ടാവും. റിക്വേർഡ് ഫീഡ് ഗ്രൈൻഡിങ് വീലിനും കൊടുത്താൽ ഈ സിലിണ്ട്രിക്കൽ പീസിന് എന്താണ്? റിക്വേർഡ് സർഫസ് ഫിനിഷിൽ റിക്വേർഡ് ഡയമെൻഷൻസിൽ പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. Second one, surface grinding. Surface grinding produces flat surfaces. The grinding wheel can be fed downward in very small increment to a workpiece. Work is traversed under the revolving grinding wheel. This allows the wheel to contact all areas of the surface of the workpiece. The axis of grinding wheel can be either vertical or horizontal in surface grinding. ഓക്കെ, സർഫസ് ഗ്രൈൻഡിങ് എന്ന് വെച്ചാൽ ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ്. ഈ ഗ്രൈൻഡിങ് വീൽ എന്ത് ചെയ്യുന്നുണ്ടാവും? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. റൊട്ടേറ്റിംഗ് ഗ്രൈൻഡിങ് വീലിനെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഫീഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡെപ്ത് ഓഫ് കട്ട് കൺട്രോൾ ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഗ്രൈൻഡിങ് വീലിനെ ഫീഡ് ചെയ്തിട്ടാണ്. വർക്കിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് കൊടുത്തിട്ട് എല്ലാ സർഫസും മെഷീൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് ഒന്നിക്കൽ ഇതിൻ്റെ റൊട്ടേറ്റിംഗ് ഗ്രൈൻഡിങ് വീലിൻ്റെ ആക്സിസ് ഒന്നിക്കൽ വെർട്ടിക്കലായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആയിരിക്കാം. ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ആക്സിസിലെ ഗ്രൈൻഡിങ് വീലാണ്, ഇത് ഹൊറിസോണ്ടൽ ആക്സിസിലെ ഗ്രൈൻഡിങ് വീലാണ്. ഓക്കെ, ഈ ഗ്രൈൻഡിങ് വീൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിന് പ്രൊപ്പോർഷണലായിട്ട് ഈ വർക്ക് പീസ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യിച്ചിട്ട് എല്ലാ സർഫസും മെഷീൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെയും സെയിം തന്നെയാണ്. എബൌട്ട് വെർട്ടിക്കൽ ആക്സിസ് ആണ് റിവോൾവ് ചെയ്യുന്നത്. വർക്ക് പീസിന് ഈ ഡയറക്ഷനിൽ ഫീഡ് കൊടുക്കുന്നുണ്ട്. വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഫീഡ് ഗ്രൈൻഡിങ് വീലിനും കൊടുത്താൽ വർക്ക് സർഫസ് റിക്വേർഡ് ഡയമെൻഷനിൽ പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അടുത്തത് തേർഡ് വൺ എന്ന് പറയുന്നത് ഫോം ഗ്രൈൻഡിങ് ആണ്. Foam grinding produces formed surface on a revolving cylindrical workpiece. The profile produced on the workpiece depend on the shape of the grinding wheel. അതായത് പർട്ടിക്കുലർ പ്രൊഫൈൽ ഷേപ്പ്ഡ് ജോമെട്രീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഫോം ഗ്രൈൻഡിങ് എന്ന ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത്. എന്ത് ചെയ്യുന്നുണ്ടാവും? വർക്ക് പീസ് രണ്ട് എൻഡിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അത് റിവോൾവ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഗ്രൈൻഡിങ് വീലിന് നമുക്ക് വേണ്ടുന്ന ഷേപ്പിന് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഷേപ്പിലുള്ള ഗ്രൈൻഡിങ് വീലാണ് യൂസ് ചെയ്യേണ്ടത്. ആ ഗ്രൈൻഡിങ് വീൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. റൊട്ടേറ്റിംഗ് ഗ്രൈൻഡിങ് വീൽ റൊട്ടേറ്റിംഗ് വർക്ക് പീസിന് എഗെയിൻസ്റ്റ് ഫീഡ് ചെയ്ത് കൊടുക്കും. ആ സമയത്ത് എന്താ? വർക്ക് പീസിൽ ആ റിക്വേർഡ് ഷേപ്പ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കും. അതാണ് ഫോം ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. അടുത്തത് ഗ്രൈൻഡിങ് മെഷീൻസ്. മെയിനായിട്ട് 4 ടൈപ്പ് ഗ്രൈൻഡിങ് മെഷീനാണുള്ളത്. അത് ഫസ്റ്റ് വൺ സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ, സെക്കൻഡ് വൺ സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ് മെഷീൻ, തേർഡ് വൺ ഇൻറ്റേർണൽ ഗ്രൈൻഡിങ് മെഷീൻ, ഫോർത്ത് വൺ ടൂൾ ആൻഡ് കട്ടർ ഗ്രൈൻഡിങ് മെഷീൻ. ഇതിൽ സർഫസ് ഗ്രൈൻഡിങ് മെഷീനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ എൻ്റെ കമ്പോണൻസ്, ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ബേസാണ്. അതേമാതിരി വെർട്ടിക്കൽ കോളം ഉണ്ട്. കോളത്തിൻ്റെ മുകളിൽ ആരും മൗണ്ട് ചെയ്തിട്ടുണ്ട്? വീൽ ഹെഡ് മൗണ്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ വീൽ ഹെഡിലാണ് ഗ്രൈൻഡിങ് വീലുള്ളത്. വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ടേബിളും ഉണ്ട്. ഓക്കെ, ഇതൊരു സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് കോളം, ഇതാണ് അതിൻ്റെ ബേസ്. ഈ വർക്ക് ടേബിളിന് എന്താണ്? ഈ ഒരു ഡയറക്ഷനിൽ
രണ്ട് ഡയറക്ഷനിൽ ക്രോസ് ഫീഡും കൊടുക്കുക, അതേമാതിരി ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലും അതിനെന്ത് ചെയ്യുക, മോഷൻ കൊടുക്കുക, ക്രോസ് ഡയറക്ഷൻ. അതേപോലെ ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഗ്രൈൻഡിങ് വീലിനെ ലോവർ ആൻഡ് റേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സർഫസ് ഗ്രൈൻഡിങ് ഈസ് എ ഫിനിഷിംഗ് പ്രോസസ് ദാറ്റ് യൂസസ് എ റൊട്ടേറ്റിംഗ് അബ്രാസീവ് വീൽ ടു പ്രൊഡ്യൂസ് ഫ്ലാറ്റ് സർഫസ് ഓഫ് മെറ്റാലിക് ഓർ നോൺ മെറ്റാലിക് മെറ്റീരിയൽസ്. സർഫസ് ഗ്രൈൻഡിങ് ഹെൽപ്സ് ടു ഒബ്റ്റെയിൻ എ ഡിസൈർഡ് സർഫസ് ക്വാളിറ്റി ഫോർ ഫങ്ഷണൽ പർപ്പസ്. അതായത് മെയിനായിട്ട് ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേഷനാണ് സർഫസ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ കമ്പോണൻസ് ഒന്ന് നോക്കാം. സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ കൺസിസ്റ്റ് ഓഫ് ബേസ്, കോളം, ടേബിൾ ആൻഡ് എ ഗ്രൈൻഡിങ് വീൽ. വൺ എൻഡ് ഓഫ് ദ ബേസ് ഹാസ് എ കോളം ഫോർ സപ്പോർട്ടിംഗ് വീൽ ഹെഡ്. അതായത് ഇതിൻ്റെ കമ്പോണൻസ് ബേസും, കോളം, വീൽ ഹെഡ്, ഗ്രൈൻഡിങ് വീൽ, ടേബിളാണ്. ബേസിൻ്റെ ഒരു എൻഡിൽ എന്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കോളം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ കോളമാണ് വർക്ക് ഹെഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്. The wheel head can be lowered or raised and the table can be moved along the ways to provide longitudinal feed. In some cases, table can be lowered or raised. ഓക്കെ, ഇവിടെ ഈ വീൽ ഹെഡിലാണ് ഗ്രൈൻഡിങ് വീലിൻ്റെ പവർ, അതായത് റൊട്ടേഷൻ ആവശ്യമായില്ല, പവറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനല്ലേ, അതായത് മോട്ടോർ അറേഞ്ച്മെൻറ്റൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവുക വീൽ ഹെഡിൻ്റെ ഉള്ളിലാണ്. ആ വീൽ ഹെഡിൻ്റെ ഉള്ളിൽ നിന്ന് സ്പിൻഡിൽ വഴി എന്താണ് ഗ്രൈൻഡിങ് വീലിലോട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യും, പവർ ട്രാൻസ്ഫർ ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും, ഗ്രൈൻഡിങ് വീല് റൊട്ടേറ്റ് ചെയ്യും. ആ വീൽ ഹെഡ് എന്താണ്, ക്യാൻ ബി ലോവേർഡ് ഓർ റേസ്ഡ്. വീൽ ഹെഡിനെ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. അത് എന്തിനാണ്, ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യിക്കുന്നത്. അതായത് റെക്വേർഡ് ഡെപ്ത് ഓഫ് കട്ട് വർക്ക് പീസിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ടേബിളിന് എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡ് കൊടുക്കാൻ വേണ്ടി പറ്റും. സം കേസസിൽ ടേബിളിനെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ലോവർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇതാണ് സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. അലുമിനിയം ഓക്സൈഡ്, സിലിക്കൺ കാർബൈഡ്, ഡയമണ്ട് എക്സെട്ര ആർ ദ കോമൺലി യൂസ്ഡ് അബ്രാസീവ് മെറ്റീരിയൽ ഫോർ സർഫസ് ഗ്രൈൻഡിങ് വീൽസ്. അതായത് കോമൺലി യൂസ് ചെയ്യുന്ന സർഫസ് ഗ്രൈൻഡിങ് മെഷീനിൽ ഗ്രൈൻഡിങ് വീല് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അലുമിനിയം ഓക്സൈഡും സിലിക്കൺ കാർബൈഡ്, ഡയമണ്ട് എക്സെട്ര ആണ്. ഇതാണ് സർഫസ് ഗ്രൈൻഡിങ് മെഷീൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്.